വിക്ടോറിയ കോളേജിലെ എക്കണോമിക്സ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത ആർ സുമംഗലക്കുട്ടി. പ്രൊഫസർ എന്ന് പറയുന്നതിനൊപ്പം നമ്മുടെ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. പട്ടാമ്പി കോളേജ് പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്താണ് പ്രശസ്ത എഴുത്തുകാരി സാറാ ജോസഫ് ഒന്നിച്ച് മാനവി എന്ന സ്ത്രീ വിമോചന പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. പ്രൊഫസർ ഇന്ദിര, പ്രൊഫസർ പാർവതി തുടങ്ങിയ അധ്യാപക സംഘമായിരുന്നു പട്ടാമ്പി കോളേജിലെയും വിക്ടോറിയ കോളേജിലെയും വിദ്യാർത്ഥിനികളെ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവ് നാടകങ്ങളിലൂടെ സവിശേഷമായ ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഒട്ടനവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും റിട്ടയർമെൻറ്റിന് ശേഷം UGC നെറ്റ് ക്ലാസ്സുകളെടുത്ത് ഇതേ അധ്യാപക രംഗത്തേക്ക് തന്നെ പുതിയ തലമുറയെ കൊണ്ടുവരികയും ചെയ്ത പാരമ്പര്യവും ആർ സുമംഗലക്കുട്ടിക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ തന്നെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയാണ് ആർ സുമംഗലക്കുട്ടി. മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചങ്ങ് കൊണ്ടുവന്നു. പുതിയ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് വന്നു. പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ മേലാതെ ചെയ്യുന്ന പോലെ ഇത് ഇക്കണോമിക്സ് അറിയാൻ മേലാത്തവർ ഇക്കോണമിക്സിൻ്റെ സഹായമെങ്കിലും നമുക്ക് വേണം. അതില്ലെങ്കിൽ ഓരോന്ന് ചെയ്യുന്നതിൻ്റെയും അനന്തരഫലങ്ങൾ എന്താണെന്ന് അറിയാത്ത തരം പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ അത് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ വൃത്തിയില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാർ തന്നെ, ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം. അവർക്ക് പരീക്ഷ എഴുതാമെന്ന് വൃത്തിയുണ്ടോ? അവർക്ക് ജോലി കിട്ടാമെന്ന് വൃത്തിയുണ്ടോ? അവരുടെ പരീക്ഷകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാകുന്നു, സകല പരീക്ഷകളും ഇതായി പോകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടമാനം പേര് അതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഒരു ആർമിയിൽ ചേരാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ ത്യാഗങ്ങൾ സഹിച്ച് ഓടുകയും ചാടുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് നമുക്ക് തോന്നും. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മളിതൊക്കെ അറിയേണ്ടത് ഡേറ്റ വഴിയല്ലേ? നമുക്കൊരുപാട് ഡേറ്റ കിട്ടാനുള്ള വഴിയില്ലേ? ആ സോഴ്സുകളൊക്കെ എന്തിനാണ് നരേന്ദ്രമോദി അടച്ചു കളഞ്ഞത്? അതിലെന്തായിരുന്നു അതിൻ്റെ വാട്ട് വാസ് ദി ഫണ്ട് ഇൻ ഡൂയിങ് ഇറ്റ് എന്നാണ് അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ. ഈ പ്ലാനിങ് കമ്മീഷൻ പിരിച്ചുവിടുക തുടങ്ങിയുള്ള പരിപാടികൾ ചെയ്തിട്ടേ, അതുപോലെ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവരിക, ഇതിൻ്റെയൊക്കെ ഇക്കണോമിക്സിൽ വരുമ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങളുള്ള കാര്യങ്ങളല്ലേ ഈ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യൂ. അതിൻ്റെ ഫലമായിട്ട് അതങ്ങനെ ഒരു സ്നോ ബോളിങ് ഇഫക്റ്റാണ്. അതങ്ങ് കൂടി വരികയാണ് അതിൻ്റെ ഫലങ്ങൾ. അല്ല, അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, ഇത് ഒരു അജ്ഞത കൊണ്ട് മോദി ചെയ്യുന്നതാണോ അതേ ബോധപൂർവമാണോ? അതായത് ഡേറ്റ ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഡേറ്റകൾ ഒന്നും വേണ്ട എന്ന് വെക്കുന്നതല്ലേ? സത്യത്തിൽ ഡേറ്റകൾ ഭയപ്പെടുത്തുന്നതല്ലേ? ഡേറ്റകൾ വേണ്ടാന്ന് വയ്ക്കുന്നത് തന്നെ അല്ലേ? ഡേറ്റകൾ കണ്ടാൽ ഓരോ ക്വാർട്ടറിലെ ഡേറ്റ വരുമ്പോഴും നമുക്കിത് അപകട വാണിംഗ് അല്ലേ തരുന്നത്? അതൊക്കെ പേപ്പറുകളിൽ വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയില്ലേ? അതിന് പകരം നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് ഇരിക്കുകയാണ്. പക്ഷെ കാണാത്തത് കൊണ്ട് ഈ ഭൂതം പോവില്ലല്ലോ, അതവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഈ പല ചെറിയ തെളിവുകളിലൂടെ നമ്മളിത് അറിയേണ്ടി വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. കുട്ടികൾ ഓരോ പരീക്ഷകൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നു. സെൻട്രലൈസ് ചെയ്ത ഒരു പരീക്ഷ, ആ പരീക്ഷ എഴുതാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു. അതിൻ്റെ റിസൾട്ടെല്ലാം പേപ്പർ ലീക്കാവുന്നു. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. അതായത് അപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധനായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ 10 വർഷത്തെ ഭരണം, അത് കഴിഞ്ഞാണല്ലോ UPA സർക്കാർ മാറി മോദി വരുന്നത്. അപ്പോൾ വളരെ ഈ രംഗത്തെ പ്രഗത്ഭനായ മൻമോഹൻ സിംഗിൽ നിന്ന്
മോദിയിലേക്കുള്ള ദൂരം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്തല്ലേ ഇന്ത്യയിൽ വന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ മുഴുവൻ വന്നത്. ഇന്ത്യയിൽ വന്ന ഒരു എന്താ പറയുക, ഒരുപാട് ഇൻഡസ്ട്രി റിഫോംസ്, ട്രേഡിലെ റിഫോം, ഒരുപാട് റിഫോംസ് ഒരു പാക്കേജായിട്ട് കൊണ്ടുവന്ന് ഇന്ത്യൻ ഇക്കോണമിയെ വേൾഡ് ഇക്കോണമിയുടെ ഒരു ഭാഗമാക്കി മാറ്റി ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന ഒരാളല്ലേ മൻമോഹൻ സിംഗ്. അത് കഴിഞ്ഞ് ആ കാലം ചെല്ലും തോറും ആ ഗവൺമെൻറ് പല കുംഭകോണങ്ങളിൽ പെടുകയും പല പ്രശ്നങ്ങളിലൊക്കെ പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പാക്കേജ് ഓഫ് റിഫോംസ് അങ്ങനെ തന്നെ നിന്നു. എന്നും ഗ്രേറ്റ് ഇക്കോണമിസ്റ്റിൻ്റെ ഒരു സഹായം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥാനങ്ങളിലൊക്കെ വലിയ ഇക്കോണമിസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതിനു പകരം നമുക്കിപ്പം അങ്ങനെ ആരുമില്ല. അങ്ങനെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറ്റം പറയുന്ന തരം ആളുകളെ നമുക്ക് വേണ്ട. തലയെടുപ്പുള്ള നല്ല ഇക്കോണമിസ്റ്റ് പറയുന്നത് കേട്ടെല്ലാം ചെയ്യില്ലല്ലോ. അവർ കാര്യങ്ങൾ പറയില്ലേ, തുറന്നു പറയുന്നവരെ നമുക്ക് വേണ്ട. അങ്ങനെ വന്നപ്പോഴാണ് നമുക്കിപ്പോഴത്തെ വലിയ പ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെ ഫലം എന്താണ്? ഇപ്പോൾ കുട്ടികൾക്കിവിടെ നിൽക്കണ്ട. ഈ സമയത്ത് കുട്ടികളുടെ ആഗ്രഹം വെളിയിൽ പോകണം. ഒന്നുകിൽ അവർക്ക് ആർമിയിൽ ചേരണം, അല്ലെങ്കിൽ അവർക്ക് പുറത്തെവിടെയെങ്കിലും പോകണം. എന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാലും അവിടെ ജീവിച്ചാൽ മതി. അതെന്താ, ഇന്ത്യ അത്ര മോശം ഒരു രാജ്യമാണോ? ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇന്ത്യ. ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു? ഇത്ര മോശമായി സകല കുട്ടികളും സകല ചെറുപ്പക്കാരും ഓടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്ന ഒരാഗ്രഹത്തോടെ ജീവിക്കാൻ മാത്രം ഇന്ത്യ നേരെയാക്കുകയല്ലേ നമുക്ക് വേണ്ടത്. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിന് പ്രധാനമായിട്ട് ഇക്കോണമിക്സ് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ടേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി വരും എന്നറിയണ്ടേ? ഡിമോണിറ്റൈസേഷൻ ഇന്ന് ഞാൻ പ്രഖ്യാപിച്ചു, നാളെ തുടങ്ങി ഇതില്ല, നാളെ തുടങ്ങി ഈ കറൻസികളില്ല എന്ന് ഞാൻ പറയുന്നത് നടപ്പാക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളില്ലേ? അത് പതുക്കെ എന്തെല്ലാമായി തീരുന്നില്ലേ? അതെല്ലാം മുൻകൂട്ടി കാണാൻ ഒരു ഇക്കോണമിസ്റ്റിന് കഴിയും. പക്ഷേ അത് ഒരു സാധാരണയായ ഒരു ആൾക്കത് കഴിവില്ല. ആ കഴിയാത്ത ആൾ മനസ്സിലാക്കണം, എനിക്കിതിന് കഴിവില്ല, എനിക്കിതിന് അറിവില്ല. അപ്പോൾ എനിക്ക് അറിവുള്ള ഒരാളെ ഞാൻ കൂടെ കൂട്ടണം. അറിവുള്ള ആളുകളുടെ സഹായം എനിക്ക് വേണം. ആ സഹായവും വേണ്ട, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും. പ്ലാനിംഗ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള പഴയ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ മോദി തുടങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ പിരിച്ചുവിട്ടില്ലേ? പ്ലാനിംഗ് കമ്മീഷൻ ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ അവസാന സ്റ്റേജായി. ഒരു ഡെഡ് ഹോഴ്സ് മാതിരി ആയിരുന്നു അത്. അവസാനം അതിൻ്റെ ഫങ്ഷനിങ് ഒക്കെ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും ഒരു സോഴ്സ് ഓഫ് ഡേറ്റ ആയിരുന്നു. ഒരുപാട് ആളുകൾ, കുറേയേറെ ആളുകൾ അവിടെ കുറേ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതൊരു അടിസ്ഥാനമായിരുന്നു. ആ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ആ അടിസ്ഥാനമേ അങ്ങ് വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അവിടെ വന്നില്ലേ? ആ അവസ്ഥയിൽ നിന്നല്ലേ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ വന്നു ഇന്ത്യയിൽ. അതിൻ്റെ ഒക്കെ കൂടെ ജനാധിപത്യ സംവിധാനത്തിൽ വന്ന തകരാറ് ഇക്കോണമിയെയും ബാധിക്കും. അവിടെ ഒരു ചോദ്യം, നെഹ്റു മുതൽ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരെ ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ട് ഓർത്താൽ ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി തുടങ്ങി മൻമോഹൻ സിംഗ് കഴിഞ്ഞ് മോദിയിൽ എത്തി നിൽക്കുന്ന ഈ ഭരണാധികാരികളിൽ കാണുന്ന ഒരു വലിയ വ്യത്യാസം എന്താണ്? അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദി ഡിഫറൻസ്? ഇദ്ദേഹം തികച്ചും ഒരു ഓട്ടോക്രാറ്റാണ്. ഇതിനു മുമ്പും പക്ഷേ ഓട്ടോക്രാറ്റ് ആയിട്ടുള്ള ആ സ്വഭാവമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല. ഒരു സാമാന്യ ബോധത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇക്കണോമിക്സ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ തികച്ചും അജ്ഞനാണെന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹത്തിന് അറിവില്ല ഇത്തരം കാര്യങ്ങളെപ്പറ്റി. അറിഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഓരോ താല്പര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഡിമോണിറ്റൈസേഷനൊക്കെ ചെയ്തത്. ചെയ്ത പല കാര്യങ്ങളുടെയും
ഫലം നല്ലതായിരുന്നില്ല. അതിൻ്റെ ദുർഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിലും നമുക്കറിയാം പ്രശ്നങ്ങളാണ്. വളരെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ.